ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ബൈബിൾ സ്റ്റഡിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം, ജെർമ്യ ചാപ്റ്റർ 1. ആദ്യമായി നമുക്ക് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കാം. യിരെമ്യാവ് യെരുശലേമിൽ നിന്നും ഏകദേശം 3 മൈൽ വടക്കുമാറി സ്ഥിതി ചെയ്യുന്ന അനാഥോത്ത് എന്ന ഗ്രാമത്തിലെ ഒരു പുരോഹിത കുടുംബത്തിൽ ഹിൽക്കിയ പുരോഹിതന്റെ മകനായി ജനിച്ചു. ഈ യിരെമ്യാവിന്റെ വചനങ്ങൾ ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നു. മഹാപുരോഹിതനായ ഹിൽക്കിയാവ് യഹൂദ രാജാവായ യോശിയാവിന്റെ ഭരണകാലത്തെ യെരുശലേം ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തു വന്നു. നൂറ്റാണ്ടുകളായി കാണാതെ കിടന്നിരുന്ന ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയ മഹാപുരോഹിതൻ ഈ ഹിൽക്കിയാവായിരുന്നു. അതിനെക്കുറിച്ച് 2 രാജാക്കന്മാർ 22-ാം അധ്യായം 8-ാം വാക്യത്തിലും 2 ദിനവൃത്താന്തം 34-ാം അധ്യായം 14-ാം വാക്യത്തിലും കാണാം. യിരെമ്യാ പ്രവാചകനെക്കുറിച്ച് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും വിലാപങ്ങളുടെ പുസ്തകത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് എഴുത്തുകാർ യിരെമ്യാവിനെ ഒരു കരയുന്ന പ്രവാചകനായി, വീപ്പിംഗ് പ്രോഫറ്റായി ചിത്രീകരിച്ചിരിക്കുന്നു. ഇനിയും യഹൂദയിലെ ചരിത്ര പശ്ചാത്തലം. താഴെ പറയുന്ന രാജാക്കന്മാർ യഹൂദയിൽ ഭരണം നടത്തിയിരുന്നു. 1. മനശ്ശെ. BC 697 മുതൽ 642 വരെയുള്ള 55 വർഷക്കാലം. ഏറ്റവും ദുഷ്ടനായ മനശ്ശെ ഭരണം നടത്തിയ കാലത്താണ് യിരെമ്യാവ് ജനിക്കുന്നത്. 2 ദിനവൃത്താന്തം 33-ാം വാക്യത്തിൽ അത് കാണാം. 33-ാം അധ്യായത്തിൽ കാണാം. 2 ആമോൻ. BC 641 മുതൽ 640 വരെ. മനശ്ശെയുടെ മകൻ ആമോൻ 2 വർഷം യഹൂദയിൽ രാജാവായി വാണു. പിതാവിൻ്റെ ദുഷിച്ച ഭരണം തുടർന്നു. ആമോനെക്കുറിച്ച് 2-ാം വാക്യത്തിൽ നമുക്ക് കാണാവുന്നതാണ്. 3 യോശിയാവ്. BC 639 മുതൽ 608 വരെ 31 വർഷം വാണു. യോശിയാവ് യഹൂദയിൽ സൽഭരണം നടത്തി. ബാഹ്യമാം ഒരു നവീകരണം ഉണ്ടായെങ്കിലും ജനം പൊതുവെ വിഗ്രഹാരാധികളായി തുടർന്നു. ഈ യോശിയാവിൻ്റെ വാഴ്ചയുടെ 13-ാം ആണ്ടിൽ യിരെമ്യാവിനെ യഹോവയുടെ അരുളപ്പാട് ലഭിച്ചു. ദൈവം യിരെമ്യാവിനെ ഒരു പ്രവാചക ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു. 4-മതായി യഹോവാഹാസ്. വേറൊരു പേര് ശലൂം. യിരെമ്യാവ് 22-ാം അധ്യായം 11-ാം വാക്യത്തിൽ കാണാം. 3 മാസം മാത്രമേ ഭരണം നടത്തിയുള്ളൂ. അവനെ മിസ്രൈം രാജാവായ ഫറവോൻ നെഹോ ബന്ധിച്ച് മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. 5 യഹോയാക്കീം. BC 608 മുതൽ 507 വരെ 11 വർഷം വാണു. യിരെമ്യാവിൻ്റെ ഉറ്റ ശത്രുവായിരുന്നു യഹോയാക്കീം. വിഗ്രഹാരാധന പ്രോത്സാഹിപ്പിച്ചു. അത് യിരെമ്യാവ് 22 അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ കാണാം. യിരെമ്യാവിൻ്റെ ശത്രുവായിരുന്ന യഹോയാക്കീമിൻ്റെ കാലത്തും യിരെമ്യാവിന് പ്രവചന ശുശ്രൂഷ തുടർന്ന് പോകേണ്ടി വന്നു. 6 യഹോയാഹീൻ. 3 മാസവും 10 ദിവസവും, അതായത് 100 ദിവസം ഭരിച്ചു. അവനെ ബാബേൽ രാജാവ് ബന്ധിച്ച് ബാബേലിലേക്ക് കൊണ്ടുപോയി. അത് 2 രാജാക്കന്മാർ 24-ാം അധ്യായം 15-ാം വാക്യത്തിൽ കാണാം. 7-മത്തെ രാജാവ് സെദക്കിയാവ്. BC 597 മുതൽ 586 വരെ 11 വർഷം ഭരണം നടത്തി. യിരെമ്യാവോടെ വളരെ സ്നേഹമായി പെരുമാറി. പക്ഷെങ്കിൽ ബലഹീനനായ ഒരു രാജാവായിരുന്നു. ബാബേൽ രാജാവ് സെദക്കിയാവിൻ്റെ പുത്രന്മാരെ
അവന്റെ കൺമുൻപിൽ വെച്ച് കൊല്ലുകയും അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് 2 ചങ്ങല കൊണ്ട് ബന്ധിച്ച് ബാബേലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അത് 2 രാജാക്കന്മാർ 25-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യത്തിൽ കാണാം. ഇനിയും നമുക്ക് യിരെമ്യാ 1-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വേദഭാഗം ചിന്തിക്കാം. വാക്യം 4. യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായി. ഈ 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ 3 കാര്യങ്ങൾ നമുക്ക് കാണാം. 1. യിരെമ്യാവിനുണ്ടായ ദൈവവിളിയും യിരെമ്യാവിന്റെ പ്രതികരണവും. വാക്യം 5. യിരെമ്യാവിന്റെ ജനനത്തിനു മുമ്പ് തന്നെ ദൈവം അവനെ വേർതിരിക്കുകയും അവനെ വിശുദ്ധീകരിക്കുകയും ജനതകൾക്ക് ഒരു പ്രവാചകനായി നിയമിക്കുകയും ചെയ്തു. ദൈവം വിളിച്ചപ്പോൾ അവന്റെ കഴിവില്ലായ്മയും അറിവില്ലായ്മയും അനുഭവക്കുറവും മാത്രം യിരെമ്യാവ് കണ്ടു. യിരെമ്യാവിനറിയാമായിരുന്നു ദൈവം തന്നെ നിയോഗിക്കാൻ പോകുന്നത് തൻ്റെ സ്വന്തം ജനത്തിനെതിരെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സന്ദേശം, ന്യായവിധിയുടെ സന്ദേശം നൽകാൻ വേണ്ടിയാണ്. യിരെമ്യാവ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഭയപ്പെട്ടു. യിരെമ്യാവ്, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാൻ ശ്രമിച്ചു. നമ്മുടെ ദൃഷ്ടിയിൽ നാം ഒരു ചെറിയ കുട്ടി മാത്രമായിരിക്കാം. എന്നാൽ അസാധാരണമായ ശുശ്രൂഷയ്ക്ക് ദൈവം നമ്മളെ ഉപയോഗിക്കും. മറ്റുള്ളവരുടെ കണ്ണിൽ നാം ഒരു സാധാരണ മനുഷ്യൻ മാത്രമായിരുന്നാലും ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ കഴിയും. 2. യിരെമ്യാവിനെ ദൈവം ബലപ്പെടുത്തുന്നു. 7-ാം വാക്യത്തിൽ അത് കാണാം. ദൈവം യിരെമ്യാവിനെ ശക്തിപ്പെടുത്തുകയാണ്. ഞാൻ ബാലൻ എന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന എല്ലാവരുടെയും അടുക്കൽ നീ പോയി ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും അവരോട് പ്രസ്താവിക്കാം. ദൈവം നമ്മളിൽ നിന്ന് പൂർണ്ണമായ അനുസരണം പ്രതീക്ഷിക്കുന്നു. എന്തിലും എവിടെയും എപ്പോൾ വേണമെങ്കിലും പ്രായം, പരിചയം, വിദ്യാഭ്യാസം, പശ്ചാത്തലം തുടങ്ങിയവ ദൈവം വിളിക്കുമ്പോൾ ഒരുവനെ അയോഗ്യനാക്കുന്നില്ല. ദൈവം താൻ നിയോഗിക്കുന്നവരെ സജ്ജരാക്കുകയും നിലനിർത്തുകയും ചെയ്യും. 3-ാമതായി നമുക്ക് വാക്യം 8-ൽ കാണാം. യിരെമ്യാവിനെ ദൈവം വാഗ്ദത്തം നൽകുന്നു. നീ അവരെ ഭയപ്പെടരുത്, നിന്നെ വിടുവിക്കേണ്ടതിനും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഒരു സാധാരണ വ്യക്തിയോടൊപ്പം സർവശക്തനായ ദൈവത്തിൻ്റെ നിരന്തര സാന്നിധ്യം പ്രശ്നങ്ങൾ, അപകടങ്ങൾ, ആക്രമണങ്ങൾ എന്നിവയിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിക്കും. വാക്യം 9. പിന്നെ യഹോവ കൈ നീട്ടി അവൻ്റെ വായെ തൊട്ടു, ദൈവത്തിൻ്റെ വചനങ്ങളെ അവൻ്റെ വായിൽ കൊടുത്തിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. വാക്യം 10. ദൈവം യിരെമ്യാവോട് കൽപ്പിച്ചത്, നോക്കുക, എനിക്കിഷ്ടമില്ലാത്തത് നീ നിർമൂലമാക്കുകയും പൊളിക്കുകയും നശിപ്പിക്കുകയും ഇടിച്ചു കളയുകയും ചെയ്യണം. അതുപോലെ നശിപ്പിപ്പാൻ മാത്രമല്ല പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു. ദൈവം ഒരിക്കലും യിരെമ്യാവിനെ ഒരു പ്രശ്നരഹിതമായ ജീവിതം വാഗ്ദാനം ചെയ്തില്ല. എന്നാൽ ഏതു സാഹചര്യത്തിലും അവൻ്റെ സഹായവും സംരക്ഷണവും വാഗ്ദാനം ചെയ്തു. നാം യാദർച്ഛികമായിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നതെന്നും ദൈവം മുൻകൂട്ടി അറിഞ്ഞ് നമ്മളെ സൃഷ്ടിച്ചത് ഒരു പ്രത്യേക ഉദ്ദേശത്തിനായിട്ടാണെന്നും നാം മനസ്സിലാക്കണം. ഇനിയും 11ഉം 12ഉം വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാവിനുണ്ടായി. യിരെമ്യാവേ, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. ബദാം വൃക്ഷത്തിൻ്റെ ഒരു കൊമ്പ് കാണുന്നു എന്ന് യിരെമ്യാവ് യഹോവയോട് പറഞ്ഞു. ഈ ബദാം വൃക്ഷത്തെ കാവൽക്കാരൻ അഥവാ ഉണർത്തുന്നവൻ എന്നാണ് അറിയപ്പെടുന്നത്. തണുപ്പ് കാലം കഴിയുമ്പോൾ ആദ്യം തളിർക്കുന്നത് ബദാം വൃക്ഷമാണ്. ഈ ബദാം വൃക്ഷം പോലെ ഈ യിരെമ്യാ പ്രവാചകനെ
ദേശത്തിൻ്റെ കാവൽക്കാരനാക്കാൻ, ദേശത്തെ ഉണർത്താൻ ദൈവം ആഗ്രഹിക്കുകയും അതിനായി നിയോഗിക്കുകയും ചെയ്യുന്നു. യിരെമ്യാവിന് ദൈവം അതിനുവേണ്ടി അരുളപ്പാടും ദർശനങ്ങളും അടയാളങ്ങളും കൊടുത്ത് ദൈവത്തിൻ്റെ വചനം നിവർത്തിക്കാൻ ഒരു ഇണങ്ങിയ ആയുധമായി ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ജനത്തെ ഉണർത്തുവാൻ ആവശ്യമായ വചനം ദൈവം യിരെമ്യാവിൽ പകരുന്നു. ഇനി 13-ാം വാക്യം നാം ചിന്തിക്കുമ്പോൾ, യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യവും യിരെമ്യാവിനുണ്ടായി. നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. തിളയ്ക്കുന്ന ഒരു കലം കാണുന്നു, അത് വടക്ക് നിന്ന് പ്രത്യക്ഷമായി വരുന്നുവെന്ന് യിരെമ്യാവ് യഹോവയോട് പറഞ്ഞു. എന്താണ് ഈ തിളയ്ക്കുന്ന കലം? യിരെമ്യാവിൻ്റെ കാലത്ത് മിസ്രൈമും അശ്ശൂരും തെക്കേ രാജ്യമായ യഹൂദയ്ക്ക് ഒരു ഭീഷണിയായിരുന്നില്ല. എന്നാൽ അടുത്ത് തന്നെ തിളയ്ക്കുന്ന ഒരു കലമുണ്ടായിരുന്നു. അതാണ് വളർന്നു വന്നിരുന്ന ബാബിലോൺ. അവൻ യഹൂദയെ നശിപ്പിക്കുവാൻ തയ്യാറെടുക്കുകയായിരുന്നു. തങ്ങളുടെ രാജ്യത്തെ എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് ജനങ്ങളെ നിരന്തരം ഓർപ്പിക്കേണ്ടത് യിരെമ്യാവിൻ്റെ ഉത്തരവാദിത്വമായിരുന്നു. ന്യായവിധിയുടെ ദൂത് യിരെമ്യാവ് നിരന്തരം ജനങ്ങളെ അറിയിച്ചുകൊണ്ടിരുന്നു. ദേശത്തിന് വരുത്താൻ പോകുന്ന 2 ദർശനങ്ങളും ദൈവം തന്നെ യിരെമ്യാവിനെ കാണിക്കുകയും ദൈവം തന്നെ അത് യിരെമ്യാവിന് വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്തു. 14-ഉം 15-ഉം വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ, ദൈവം യിരെമ്യാവിനോട് അരുളി ചെയ്തു, വടക്കുള്ള യഹൂദ ദേശത്തിലെ സർവ്വനിവാസികൾക്കും ഞാനൊരു അനർത്ഥം വരുത്തുവാൻ പോകുന്നു. ദൈവം വടക്കേ രാജ്യങ്ങളെ വംശങ്ങളെയൊക്കെയും വിളിക്കുകയാണ് യെരുശലേമിനെ നശിപ്പിക്കുവാൻ. കാരണം അവർ ജീവനുള്ള ദൈവത്തെ ഉപേക്ഷിച്ച് അന്യദേവന്മാർക്ക് ധൂപം കാട്ടി അവരുടെ സ്വന്തം കരവേലകളെ ആരാധിച്ച് അതിനെ നമസ്കരിച്ച് ദൈവത്തെ മറന്നു. 1 നൂറ്റാണ്ടിനു മുമ്പേ ദൈവം യെരുശലേമിനെ വിടുവിച്ചതാണ്. ദൈവം ഉത്തരദിക്കിലെ സകല വംശങ്ങളെയും വിളിച്ചു വരുത്തുമ്പോൾ അവർ ഓരോരുത്തരും തൻ്റെ സിംഹാസനം യെരുശലേമിൻ്റെ പ്രവേശന കവാടത്തിലും ചുറ്റുമുള്ള മതിലുകൾക്ക് മുൻപിലും യഹൂദ നഗരങ്ങൾക്ക് മുമ്പിലും സ്ഥാപിക്കും. ശത്രു രാജ്യങ്ങൾ അവരുടെ മേൽ അധികാരം സ്ഥാപിക്കും. അവരുടെ ദുഷ്ടത അവരുടെ തലമേൽ ആഞ്ഞടിക്കും. ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ആദ്യത്തെ കൽപ്പനയാണ്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. പുറപ്പാട് 20-ാം അധ്യായം 3-ാം വാക്യം. അവർ അത് ലംഘിച്ചു. ഇനി 17-ാം വാക്യത്തിൽ നാം കാണുന്നത്, ദൈവം പ്രവാചകനോട് പറയുകയാണ്, യിരെമ്യാവേ, നീ അരകെട്ടി ധൈര്യപ്പെട്ട് ബലത്തോടെ മുമ്പോട്ട് പോവുക. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും അവരോട് നീ പ്രസ്താവിക്കണം. അവരുടെ തെറ്റായ വഴിവിട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണമെന്നും അല്ലെങ്കിൽ വരാൻ പോകുന്ന ന്യായവിധിയെയും അവരെ ഓർപ്പിക്കണം. ദൈവത്തിനറിയാമായിരുന്നു യിരെമ്യാവിന് ധാരാളം എതിർപ്പുകളും ശത്രുക്കളെയും നേരിടേണ്ടി വരുമെന്ന്. ദൈവം യിരെമ്യാവിന് ശക്തി നൽകി. നീ അവരെ കണ്ടു ഭ്രമിച്ചു പോകരുത്, എങ്കിൽ ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ ഭ്രമിപ്പിക്കത്തില്ല. എതിർക്കുന്നവരെ കണ്ട് നാം ഭ്രമിച്ച് പോകരുത്. 18-ഉം 19-ഉം വാക്യങ്ങൾ, ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു, ഞാൻ ഇന്ന് നിന്നെ സർവ്വദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും നേരെ ഉറപ്പുള്ളൊരു പട്ടണവും ഇരുമ്പു തൂണും താമ്ര മതിലുവാക്കിയിരിക്കുന്നു. ഇവരെല്ലാം യിരെമ്യാവിനെ ജയിക്കാതിരിക്കുവാനുള്ള കൃപ ദൈവം യിരെമ്യാവിനെ ശുശ്രൂഷയ്ക്ക് വിളിച്ചപ്പം കൊടുത്തിരുന്നു. കാരണം ഇവരെല്ലാം യിരെമ്യാവിൻ്റെ ശത്രുക്കളായിരുന്നു. ദൈവം യിരെമ്യാവോട് പറയുന്നു, അവിടുത്തെ ജനവും നേതാക്കന്മാരും നിന്നോട് യുദ്ധം ചെയ്യും, എങ്കിലും അവർ നിന്നെ ജയിക്കയില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവം രക്ഷിപ്പാൻ യിരെമ്യാവോട് കൂടെയുണ്ട്. ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട വാക്യം 1-ാം അധ്യായം 5-ാം വാക്യം. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ച് ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പ്ലാനുണ്ട്.
യിരെമ്യാവ് ദൈവത്തോട് പറഞ്ഞു, യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ. ദൈവത്തോട് നമ്മുടെ ബലഹീനതകൾ അറിയിക്കുമ്പോൾ നമ്മെ ശക്തീകരിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ സമയം ദൈവം സ്വന്തം കൈ നീട്ടി യിരെമ്യാവിൻ്റെ വായെ തൊട്ടു ദൈവത്തിൻ്റെ വചനങ്ങളെ അവൻ്റെ വായിൽ കൊടുത്തു. സത്യം ശക്തിയായി ജനങ്ങളോട് പ്രവചിക്കാൻ യിരെമ്യാവിന് അധികാരം കൊടുത്തു. ചിലപ്പോൾ നമ്മുടെ ബലഹീനതയോ ദുർബലതയോ പ്രായമോ സമയക്കുറവോ പലപ്പോഴും അവൻ്റെ വിളിയോട് പ്രതികരിക്കുന്നതിന് ഒരു തടസ്സമായി മാറിയേക്കാം. ചില സമയങ്ങളിൽ ദൈവത്തിന് തൻ്റെ ഇഷ്ടം ചെയ്യാൻ ജ്ഞാനിയും പ്രായത്തിൽ മുതിർന്നതുമായ ഒരു വ്യക്തിയെ ആവശ്യമില്ല. മറിച്ച് ലോക നിലവാരമനുസരിച്ച് താഴ്ന്നതും നിന്ദിക്കപ്പെട്ടതുമായ ഒരു വ്യക്തിയെ ദൈവത്തിന് ഉപയോഗിക്കാം. അത് നമ്മൾ പഴയ നിയമത്തിൽ മോശ അതിനുദാഹരണമാണ്. അത് പുറപ്പാട് 3-ാം അധ്യായം 11-ാം വാക്യത്തിലും 4-ാം അധ്യായം 10-ാം വാക്യത്തിലും കാണാം. അതുപോലെ ഗിദെയോൻ, അത് ന്യായാധിപന്മാർ 6-ാം അധ്യായം 15-ാം വാക്യത്തിൽ കാണാം. നാം ചെയ്യേണ്ടത് അവൻ്റെ ശുശ്രൂഷയ്ക്കുള്ള ഉപയോഗപ്രദമായ പാത്രങ്ങളാകാൻ നമ്മളെ വാർത്തെടുക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന കുശവൻ്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. ഓർക്കുക, നാം എല്ലാവരും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വളരെ വിലപ്പെട്ടവരാണ്. അവനായി പോകാൻ നാം തയ്യാറാണെങ്കിൽ പ്രാർത്ഥനയോടെ ജീവിതം ആരംഭിക്കുക. കർത്താവേ, എൻ്റെ ജീവൻ നിനക്കുള്ളതാണ്. നിന്റെ ഹിതം എന്നിൽ നിവർത്തിക്കണമേ. എൻ്റെ കഴിവുകൾ ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കാൻ ശക്തരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.